ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാനും കാർത്തിയും കൂടെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി കറങ്ങാമെന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും ഹോസ്റ്റൽ അതുപോലെ ക്ലാസ് ഈ ഒരു റൂട്ടീൻ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ്സില്ലാത്ത ദിവസം ഒന്ന് പുറത്തിറങ്ങി, അത്രയേ ഉള്ളൂ. ഇത് ആക്ച്വലി കുറേ ദിവസമായി ഞാൻ ഈ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ളൊരു സമയം എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇടുന്നത്. സത്യത്തിൽ ഇത് ഏത് ദിവസമാണ് ഞാൻ പോയതെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. സാറ്റർഡേ ഓർ സൺഡേ ആണ്. അപ്പോൾ ഇല്ല, നമ്മളൊരു എന്താ പറയുക, ശോഭ സിറ്റും അതുപോലെ നമ്മുടെ ശക്തൻ പാലസിലും കൂടെ ഒന്ന് പോകണം, അത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മളെ പ്ലാൻ. അപ്പോൾ ഞങ്ങളിതാ പോവാണ്. നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ എവിടെ പോകണത് സമയമൊക്കെ നമ്മൾ കറക്റ്റ് എഴുതി വെച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ ഞങ്ങളിതാ രണ്ടുപേരും സൈനൊക്കെ ചെയ്ത് പോവാണ്. ബൈക്ക് കണ്ടു കേട്ടോ. നമ്മൾ പൂങ്കുന്നത്തിൽ നിന്ന് ഓട്ടോയിലാണ് നമ്മൾ ശോഭ സിറ്റി വരെ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല കാറ്റായിരുന്നു. ഞാൻ ഫ്രീ ഹെയർ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് പിന്നെ തോന്നി അഴിച്ചിടണ്ടായിരുന്നു, മുടി കെട്ടി വെക്കായിരുന്നു തോന്നി. ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഷോ കാണിക്കാൻ വേണ്ടി മുടി അഴിച്ചിട്ട് പോയതാണ്, പക്ഷേ വല്ലാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ശോഭ സിറ്റിയിലേക്കുള്ള വഴിയിൽ നമ്മളതങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. നമ്മളവിടെ ശോഭയിൽ പോയിട്ടുള്ളവർക്ക് അറിയാം. അല്ല, നമ്മൾ ആ നടക്കുന്ന ഒരു ഏരിയയൊക്കെ നല്ല അടിപൊളി സൂപ്പറാണ്. നല്ല കാറ്റാണ്. കുറച്ച് കഴിഞ്ഞ് നമ്മൾ വെയിലൊക്കെ കുറച്ച് കഴിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ വെയിലൊന്നും ഉണ്ടാവില്ല. അപ്പം നല്ല സുഖമാണ് നടന്നിങ്ങനെ പോകാനായിട്ടൊക്കെ. ഈവനിങ്ങിലൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും കേട്ടോ. ഞങ്ങൾ ഉച്ചയായി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ. അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു, പക്ഷേ കാറ്റുണ്ടായിരുന്നു. എങ്കിൽ പോലും വലിയ ചൂടൊന്നും തോന്നിയില്ല കാറ്റുള്ളത് കൊണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഉച്ച സമയം ആയതുകൊണ്ടായിരിക്കാം ശോഭയിൽ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളിതാ നമ്മൾ സ്റ്റുഡിയോയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അവിടുത്തെ കളക്ഷൻസ് എന്താണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നതാണ്. നമ്മുടെ ഫീൽഡ് അതാണല്ലോ, ഫാഷൻ ഡിസൈനിങ് ആണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ എന്താ പറയുക, ഷോപ്പുകളൊക്കെ പോയി കളക്ഷൻസ്, പുതിയ പുതിയ കളക്ഷൻസൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് കയറിയെന്ന് മാത്രം. പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം ചുറ്റിക്കറങ്ങി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ് അവിടെ നിന്ന്. അപ്പോൾ ശോഭയിൽ നമ്മൾ ഇത്ര നേരം സ്പെൻഡ് ചെയ്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ശക്തൻ പാലസിൽ പോകാമെന്നുള്ളതായിരുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ജാൻ 4-നായിരുന്നു തോന്നുന്നു. ആ സമയത്താണ് ശക്തൻ പാലസ് റിനോവേഷനൊക്കെ കഴിഞ്ഞ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ അവിടെയും കൂടെ ഒന്ന് പോവാം. ഇനി ചിലപ്പോൾ അവിടേക്ക് പോകാനായിട്ട് നമ്മൾ ഇറങ്ങിണ്ടാവില്ലായിരിക്കും. അപ്പോൾ അത് കാരണം അവിടെയും കൂടെ ഒന്ന് ഇറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അവിടെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാര്യം റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റില്ല, അകത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷേ അടിപൊളിയായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നല്ലൊരു ആംബിയൻസ് ഒക്കെയാണ് കേട്ടോ. അവിടുത്തെ പുറത്ത് നമ്മളവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടെന്നുള്ള പുറത്ത് കാട് പോലെയൊക്കെ ഇങ്ങനെ സംഭവം നല്ല അടിപൊളിയായിരുന്നു. അവിടെ നിന്ന് കാറ്റ് കൊണ്ടിരിക്കാനൊക്കെ സൂപ്പറാണ്. നമ്മൾ കപ്പിൾസിനായിട്ടും ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ചിലപ്പോൾ. അത് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് ഞങ്ങൾ ഓൾറെഡി രാവിലെ കഴിച്ചതാണ്. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശക്തൻ്റെ അല്ല, വടക്കിസ്റ്റാനിൻ്റെ അവിടെ നിന്ന് അവിടെ ഒരു ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഞാനും കാർത്തിയും കൂടെ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയത് കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങളിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ബിരിയാണി ഉണ്ടല്ലോ സൂപ്പറായിരുന്നു കേട്ടോ. നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള റൈസായിരുന്നു. അതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നേരെ ഹോസ്റ്റലിലേക്ക് പോയി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു.